ഇന്ന് വെള്ളിയാഴ്ച ചിലപ്പോൾ സാന്ദർഭികമായ കാര്യങ്ങൾ ഇടപെടലാണ്. ഇന്ന് നമ്മുടെ ചർച്ചയുടെ ബാക്കി തന്നെയാണ്, പക്ഷെ അനുബന്ധമായി സാന്ദർഭികമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ട് എന്ന് മാത്രം. ഇന്നലെ നമ്മൾ ഒരായത്തിൽ പറഞ്ഞത് ബനീ ഇസ്രായേലിനെ കുറിച്ചുള്ള ആയത്തുകളാണ് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ فَبَدَّلَ الَّذِينَ ظَلَمُوا قَوْلًا غَيْرَ الَّذِي قِيلَ لَهُمْ فَأَنزَلْنَا عَلَى الَّذِينَ ظَلَمُوا رِجْزًا مِّنَ السَّمَاءِ بِمَا كَانُوا يَفْسُقُونَ. ആയത്താണ് കഴിഞ്ഞ 2 ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അവിടെ അവരോട് 2 കാര്യമാണ് അള്ളാഹു കൽപ്പിച്ചത്. ഒന്ന്, നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറുന്ന സമയത്ത് വിനയാനിതരായി കയറുക, അതവര് ലംഘിച്ചു. 2, കയറുന്ന ഡോറിന്റെ ഉള്ളിലൂടെ കയറുന്ന സമയത്ത് നിങ്ങൾ ഹിത്ത എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്തേരണേ എന്ന് പറയണം. അത് 2 അവർ ലംഘിച്ചു. അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹുവിന്റെ ഫഅൻസൽനാ അലല്ലദീന ളലമൂ റിജ്സൻ മിനസ്സമാ, അള്ളാഹുവിന്റെ അദാബ് ചാട്ടവാർ പ്രഹരം വന്നത്. അത് താഊനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരൈറ്റം പ്ലേഗ് ആയിരുന്നു, കൊറോണ. കിതാബിൽ കാണാം ഏകദേശം 60,000-ന്റെ മേലെ ആളുകൾ അതുകൊണ്ട് മരിച്ചു എന്നാണ്. 2 കൽപ്പന തിരസ്കരിച്ച കാരണത്താൽ ബനൂ ഇസ്രായേലിൽ നിന്ന് അള്ളാഹുവിന്റെ അദാബിൽ വിധേയരായി 60,000-ലേറെ ആളുകൾ മരിച്ചു. ഇനി നേരെ നിങ്ങട്ട് വരണം, സൂറത്തുൽ ജുമുഅ മറിക്കാം. അതിൽ അള്ളാഹു തആല വെള്ളിയാഴ്ച നമ്മളോട് ചെയ്യാൻ പറഞ്ഞ 2 കൽപ്പന ഉണ്ട്. അത് ഉമ്മത്ത് പാടെ നിരാകരിച്ചതുകൊണ്ടും വലിച്ചെറിഞ്ഞുകൊണ്ടുമാണ് നമുക്കും ഫഅൻസൽനാ അലല്ലദീന ളലമൂ റിജ്സൻ മിനസ്സമായി വന്നത് എന്ന് എനിക്കൊരു സംശയമില്ല. ആ റിജ്സ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളെ കൊണ്ടുവന്ന 60,000 ഒന്നല്ല മരിച്ചത്. 2.5 കൊല്ലം തുടർച്ചയായി നിൽക്കുന്ന കൊറോണ എന്ന ഓമന പേരിട്ടുകൊണ്ട് COVID-19 എന്ന് ലോക പ്രശസ്തമായി അറിയപ്പെട്ട ആ രോഗത്തിന് കാരണം ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ജുമുഅക്ക് വരുന്നത് ലൈറ്റായി എന്നതും ഖുത്ബ തുടങ്ങിയാൽ വരാൻ മനസ്സില്ല എന്നതും ജുമുഅയുടെ 1-ാം റക്അത്തിൽ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകളും 2-ാം റക്അത്തിൽ വന്ന് തുടരുന്ന ആളുകളും അത്തഹിയ്യാത്തിൽ വന്ന് ഇരുന്നിട്ട് ഇമാം സലാം വീട്ടുമ്പോൾ സലാം വീട്ടി പോകുന്ന കുട്ടികളടക്കം പള്ളിയിലുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു സംശയമില്ല, ആ 2 കൽപ്പന അവരന്ന് ഒഴിവാക്കിയപ്പോ അള്ളാഹു തആല അവരെ അതിശക്തമായി പിടികൂടി. നമുക്ക് 2 കൽപ്പന ഉണ്ട്. ആ 2 കൽപ്പന ഒരു ആയത്തിന് ഞാൻ പറഞ്ഞുതരാം. അതും ഒരായത്തിലാണ് 2 കൽപ്പന, ഇതും ഒരായത്തിലാണ്. ഏതായത്ത്? സൂറത്തുൽ ജുമുഅ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. يا أيها الذين آمنوا വിശ്വാസികളെ, إذا نودي للصلاة യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച വാങ്ക് വിളിക്കപ്പെട്ടാൽ, വാങ്ക് വിളിക്കുന്നതിന് മുമ്പാണ് വരേണ്ടത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ചില മഹാന്മാർ, സമഖ്ശരി എന്ന പണ്ഡിതൻ എഴുതി വെച്ചിട്ടുണ്ട്, അവരെ ഗ്രാമത്തിലൊക്കെ ജുമുഅക്ക് പോകുന്ന ആളുകളുടെ കയ്യിൽ ചൂട്ടുണ്ടായിരുന്നു എന്നാണ്. അവരെ ഗ്രാമങ്ങളിൽ ജുമുഅക്ക് പോകുന്ന കാക്കമാരെ കയ്യിൽ ചൂട്ടുണ്ടായിരുന്നു എന്ന്. അതിന്റെ അർത്ഥം എന്താ? നേരം വെളുക്കണതിന് മുമ്പ് ജുമുഅക്ക് പോകുന്ന അതിന്റെ അർത്ഥം. ചൂട്ടേറ്റ് ജുമുഅക്ക് പോലെ ആരാ? വെളിച്ചല്ലാത്ത ആളുകള്. അപ്പോ സൂര്യൻ ഉദിച്ച് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് ഓല് പള്ളിയിലെത്തും. കാരണം ഓൽക്ക് ഒട്ടകത്തിന് അർത്ഥ കൂലിട്ടണം, അത്രയും അള്ളാന്റെ ഇൽക്കായിലേക്ക് അടുക്കണം. ഇന്ന് ജുമുഅക്ക് പോകുന്ന ആൾക്കാരടുത്ത് ചൂട്ടല്ല, കൊടയാണ് ഉണ്ടാവേണ്ടത്. മഴക്കാലം അല്ലെങ്കിലും കൊട വേണം. എന്തുകൊണ്ട്? ചൂടിന്റെ ഊക്കൊണ്ട് പ്രയാസപ്പെടും. അപ്പൊ കൊട പിടിയിട്ടാണ് പോകേണ്ടത്. അന്ന് ചൂട്ടായിരുന്നെങ്കിൽ ഇന്ന് കൊടയാണ്. മഴക്കാലം അല്ലെങ്കിലും കൊട പിടിക്കണം. കാരണം കത്തിപ്പൊള്ളുന്ന ചൂടിന്റെ ആ ബാങ്ക് കൊടുത്തതിന് ശേഷം ഖുത്ബ തുടങ്ങിയാലേ വരുന്നത്. അപ്പൊ നല്ല വെയിലായിരിക്കും. അപ്പൊ കൊട എടുത്തോണ്ട് വരേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ ഉമ്മത്തിന് ആദ്യം പഴച്ച ആത്മീയ ദുരന്തം ജുമുഅക്ക് പോകുന്നത് ലേറ്റ് ആയതാണ് എന്ന് ഗസാലിമ ഈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജുമുഅക്ക് പോകുന്നത് വൈകി പോയി, അതാണ് ഉമ്മത്ത് ആദ്യം തുടങ്ങിച്ച ദുരാചാരം എന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇനി ആ ദുരാചാരം എല്ലാ പള്ളിയിലും ഉണ്ടായ എന്തായിരിക്കും അവസ്ഥ?
അല്ലാഹു തആല ഫഅൻസൽനാ അലല്ലദീന ളലമൂ റിജ്സൻ മിനസ്സമാ ബിമാ കാനൂ യഫ്സുഖൂൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ രണ്ട് കൽപ്പന. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅക്ക് ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ. സഈ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡിൽ ആവേശത്തോടെ നടക്കണതിനാ പറയാ. അതിന് മനസ്സിലൊരു ടെൻഷനോ ഒരു അലർജിയോ ഒരു വിമിഷ്ടമോ ഉണ്ടെങ്കിൽ അവൻ സ്പീഡിൽ നടന്നാലും അതിന് സഈ എന്ന് പറയില്ല എന്ന് ചില മഹാന്മാരൊക്കെ പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര നടക്കുന്നുണ്ട്, പക്ഷെ മനസ്സിൽ താല്പര്യമില്ല, അതിനും സഈ എന്ന് പറയില്ല എന്നാണ്. മനസ്സിലുള്ള ആവേശത്തോടു കൂടി സ്പീഡിൽ ഒരു കാര്യം നേടിയെടുക്കാൻ നടക്കുന്നതിനെ കുറിച്ചാണ് സഈ എന്ന് പറയാ. ഫസ്ഔ ബാങ്ക് കൊടുത്താ പിന്നെ താറത്ത് ഓടുതന്നെ. ഓടുന്ന പറഞ്ഞാൽ ഭയങ്കര ഓട്ടല്ല, മനസ്സിന്റെ ആത്മാർത്ഥമായ സന്തോഷത്തോടു കൂടി സ്പീഡിൽ നടക്കുക. ആൾക്കാർക്ക് തോന്നണം അവന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ആർത്തി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പോണെന്ന് തോന്നണം. അയ്യാതി നടത്താണ് നടക്കേണ്ടത്. എപ്പോ ബാങ്ക് വിളിച്ചാൽ പിന്നെ ഒരു അപ്പിയുമില്ല, അതിന്റെ മുമ്പാണ് വരേണ്ടത്. ബാങ്ക് വിളിച്ചിട്ടെങ്ങാനും പിന്നെ കച്ചവടം നടത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഷയില് ഓന് കച്ചവടമില്ല, ഓന് ഹജ്ജുമില്ല എന്ന് വരെ ഹദീസിൽ കാണാൻ കഴിയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഒന്ന് ഫസ്ഔ ആ സഈ, രണ്ട് വദറുൽ ബൈഅ, രണ്ടും നമ്മൾ സ്വീകരിക്കണം. കച്ചവടം ഒഴിവാക്കുക, നടത്ത സ്പീഡിലാക്കുക. ബാങ്ക് കൊടുത്താൽ ബാങ്ക് കൊടുക്കണതിന് മുമ്പ് കച്ചവടം ചെയ്തോളി, അതിന് കുഴപ്പമില്ല. വെള്ളിയാഴ്ച തീരെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നൊന്നും എവിടെയില്ല. വെള്ളിയാഴ്ച കച്ചവടം ചെയ്യുക, വർക്കത്തുള്ള ദിവസമല്ലേ. രാവിലെ കടർന്നോളി, കുറച്ച് സമയമൊക്കെ കച്ചവടം ചെയ്തോളി. പിന്നെ വലിയ കച്ചവടം അതല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. സൂറത്തു സുഫിൽ വേറൊരു കച്ചവടം പറയുന്നുണ്ടല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുമിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സൂറത്തു സുഫ്. ഞാൻ നിങ്ങൾക്ക് ഒരു കച്ചവടം പറഞ്ഞു തരട്ടെയോ? അള്ളാഹു ചോദിക്കുകയാണ്, ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചേട്ടെ, അലാ തിജാറ, ഒരു കച്ചവടം, തുഞ്ചീക്കും, നിങ്ങൾ ആ കച്ചവടം രക്ഷപ്പെടുത്തും, പിന്നെ അദാബിൻ അലീം, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷാമുറകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ. ഏതാണ് കച്ചവടം? തുമിനൂന ബില്ലാഹി വറസൂലിഹി, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദുർ റസൂൽ. അത് കച്ചവടാണ്. ഇവിടെ ഉണ്ട് അങ്ങനത്തെ കച്ചവടക്കാര്. ഈ കച്ചവടം ശ്രദ്ധിക്കും, ആ കച്ചവടം ശ്രദ്ധിക്കും. അങ്ങനത്തെ കച്ചവടക്കാര് ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ തന്നെ റമദാന് കണ്ടിട്ടുണ്ട്. വാതിലിങ്ങനെ ഇരിക്കുമ്പോ കച്ചവടം പൊടി പഠിക്കുന്ന സമയത്ത് സ്റ്റാഫ് വന്നിട്ട് തോണ്ടിയിട്ടും തിരിഞ്ഞു വെക്കാതെ ദ്വാക്കിരിക്കുന്ന കച്ചവടക്കാരെ ഈ സദസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. കച്ചവടം ഉണ്ടായിരിക്കെ പെരുന്നാൾ സീസണിൽ പോലും റമദാൻ 30 ഇവിടെ പങ്കെടുക്കാത്ത കച്ചവടക്കാരും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നല്ല കച്ചവടം പല രാഷ്ട്രങ്ങളിലുണ്ട്. എന്നാലും നിസ്കരിക്കുമ്പോ തലയിൽ ഒരു ടവലോ തൊപ്പിയോ, അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ കാര്യത്തിൽ ഹൃദയം പടയുന്ന ഒരു മനസ്സ്, അതാണ് വലിയ നന്മ. ഒരു പാവപ്പെട്ടവന്റെ ഒരു വിഷയം പറയുമ്പോ ചോര ഇറങ്ങുക, കരൾ ചോര എന്നുള്ള സംഗതി ഉണ്ട്, അതിങ്ങനെ ഇളകുക, അതാണ് വലിയ ഈമാൻ. പാവപ്പെട്ടവനെ സഹായിക്കുക, അതാണ് വലിയ ഈമാൻ. ഉള്ള അനുസരിച്ച് കൊണ്ട് ചെയ്യുക, വലിയ തഖ്വയാണ്. ഒരാള് നല്ലോണം നിസ്കരിക്കുന്നുണ്ട്, ഹത്ത് അങ്ങനെ കൂട്ടുന്നുണ്ട്, ഹജ്ജ് അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു മനുഷ്യന്റെ പ്രയാസം അറിയാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അയാൾ അള്ളാഹു തിരിഞ്ഞു നോക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ. അതെല്ലാം ഒരുമിച്ച് കൂടി ഒരുപാട് സജ്ജനങ്ങൾ മുഅ്മിനീങ്ങൾ ഈ സദസ്സിലുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിൽ വരുന്ന ഉത്തരം കിട്ടും, ഒരു സംശയക്കാര്യത്തിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ പ്രയാസങ്ങളും തീർത്തേട്ടെ. അപ്പൊ ഇത് ഒരു വെള്ളിയാഴ്ചക്ക് മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചക്കും നമ്മൾ തീരുമാനം എടുക്കണം. അഥവാ ഗൗരവമില്ലാതെ ഒരാൾക്ക് ഒരു വെള്ളിയാഴ്ച കൃത്യമായ കാരണമില്ലാതെ ഒഴിവാക്കിയാൽ ഒരു ഹദീദ് കേട്ടോളൂ, ഫലാ ഹജ്ജല ഫലാ സൗമല വലാ ബിർറല, അവൻ ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, അവൻ നോമ്പോറ്റിട്ടും കാര്യമില്ല, അള്ളാഹു അവൻ്റെതൊന്നും തിരിഞ്ഞു നോക്കൂല എന്ന് പരിശുദ്ധ റസൂൽ. കൃത്യമായ കാരണമില്ലാതെ ജുമുഅ ഒഴിവാക്കിയ. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് വെള്ളിയാഴ്ച യാത്ര ചെയ്യൽ ഹറാമാണ്. ഇന്നിപ്പോ കാദ്രാജ് പോയി യാത്ര തന്നെയാണ്, ഹറാമല്ല. എന്താ വെച്ചാൽ ആൾക്ക് രോഗമാണ്, അതിന് മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തിനോട് വരാൻ പറഞ്ഞ് നിന്നാണ്. അങ്ങനത്തെ യാത്ര ഹറാമല്ല. ഞാൻ രോഗം എന്ന നിലയിൽ യാത്രക്കിടയിൽ ജുമുഅ ഒഴിവാക്കിയാലും ഹറാമില്ല. ലോറ് സ്കരിച്ചാൽ മതി. ലോറ് ഒഴിവാക്കാൻ പറ്റൂല. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ലോറ് സ്കരിച്ചാൽ മതി. അല്ല, ഒരു യാത്ര നമുക്ക് നേരിടേണ്ടി വന്നു. ആ യാത്ര ജുമുഅന്റെ ശേഷം ആക്കാം, മുമ്പും ആക്കാം. എന്നിട്ട് ജുമുഅന്റെ മുമ്പ് യാത്ര ചെയ്യാന്നുള്ളതിൽ ഹൈറില്ല. നേരെ മറിച്ച് ശേഷം ആക്കാൻ പറ്റൂല, മുമ്പെന്നെ യാത്ര ചെയ്യണം. എന്നാ ഹറാമല്ല, ഹലാലാണ്. അങ്ങനെയാണ് മസല. നമ്മൾക്ക് ഗൾഫ് പോകേണ്ടി വന്ന് ടിക്കറ്റ് കിട്ടിയത് വെള്ളിയാഴ്ച രാവിലെയാണ്, ജുമുഅ സമയത്ത് ഫ്ലൈറ്റിലായിരിക്കും. ഞാൻ ഒന്ന് പോലെ എനിക്ക് ജോലിയും വേണ്ട,
റിസ്ക് അള്ളാന്റെ അടുത്ത്. അങ്ങനെ തവക്കലൊന്നുമില്ല. തവക്കലാണ് കൂട്ടിയിട്ട് പിന്നെ സബബുകൾ ഒഴിവാക്കണ കാലാണ്. ഞാൻ അങ്ങോട്ടും കൊണ്ടുപോയില്ല, ആശുപത്രിയും കൊണ്ടുപോയില്ല, എങ്ങോട്ട് തിരിയില്ല, നേഴ്സിനും കാണിക്കുന്നു, ഡോക്ടറും വേണ്ട, എല്ലാമല്ല. അവരിലൂടെ നടത്തുന്നത് ആൾ തന്നെയാണ്. ആശുപത്രിയിലൂടെ അസുഖം മാറ്റി തരുന്നത് ആൾ. ആശുപത്രി പോകേണ്ട കേസിന് ആശുപത്രി തന്നെ പോകണം, ഡോക്ടറെ കാണേണ്ട കേസിന് ഡോക്ടറെ തന്നെ കാണണം. കാരണം അവര് വഴിയും അത് നടത്തുന്നത് അള്ളാഹുവാണ്. പിന്നെന്താ? പിന്നൊരു തവക്കുലുണ്ട്, ഇടയിൽ സബബുകളൊന്നും കാണാത്ത ഒരു തവക്കൽ. ആ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തവക്കൽ. ആ പോസ്റ്റിൽ എത്താതെ ആ പോസ്റ്റിൽ എത്തിയ ആളുകളെ കാര്യം അഭിനയിച്ചാൽ അപകടത്തിലാവും. അതാണ് ഇപ്പൊ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. സബബുകളുമായി ഇടപെടണം, അത് അള്ളാഹു വെച്ചൊരു സംവിധാനമാണ്. സബബുകളുമായി ഇടപെടാന്നുള്ള ദ്വാരക്ക എന്നുള്ളതിന് സബബല്ലേ? അതിനിപ്പോ എന്തെല്ലാം ചിട്ടകളുണ്ട്, കൈ ഉയർത്തണം, ഒരു സബബല്ലേ? ഇതൊന്നുമില്ലാതെ ഇങ്ങനെ നിന്നോണ്ട് ഉത്തരം കിട്ടൂലല്ലോ. അപ്പൊ പക്ഷികളെ കുറിച്ചാണ് വലിയ തവക്കുൽ ഉദാഹരണം പറയുന്നത്. പക്ഷികളുടെ തവക്കുൽ വേണമെന്ന. കാരണം രാവിലെ അവർ കാലി വയറുമായിട്ടാണ് പുറത്തു പോവുക. തിരിച്ചു വരുന്ന സമയത്ത് ആ കാലി വയറ് ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാവും. അവർ അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ടാണ് ഇറങ്ങണത്. എന്നാലും മരത്തിമെന്ന് പോണുണ്ടല്ലോ, സബബേറ്റ് ഇടപെടണ്ടല്ലോ. അല്ലാതെ മരത്തിൽ ആ പൊത്തിൽ കിളികൾ കളകൂജനം നടത്തിയിട്ട് ആ കിളിക്കൂട്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ദിക്റില്ലല്ലോ. അവര് സുൽബിന്റെ മേനെ എണീറ്റോട്ട് ദിക്റില്ലുന്ന ആളുകളാ പക്ഷികളൊക്കെ. ദിക്റിലേറ്റ് അവര് പാറാണ്, അതൊരു അധ്വാനാണ്. അന്നം തേടാണ്, രണ്ടാമത്തെ അധ്വാനം. കിട്ടിയാൽ കൊത്തിയെടുക്കുകയാണ്, മൂന്നാമത്തെ അധ്വാനം. തിരിച്ചു വരികയാണ്, നാലാമത്തെ അധ്വാനം. ഏറ്റവും വലിയ തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞ പക്ഷികളുടെ വിഷയത്തിൽ പക്ഷികൾക്ക് 4 സബബുണ്ട്. ആ 4 സബബ് സ്വീകരിച്ചുകൊണ്ടാണ് അവർ വലിയ തവക്കുലിന്റെ ആളുകളാണ് എന്ന് ഹദീസിൽ കാണുന്നത്. ഇത് ഒരു സബബും സ്വീകരിക്കാതെ പൊലയിൽ ഇരുന്നിട്ടുള്ള തവക്കുല് അത് നല്ലതല്ല. അത് ഇസ്ലാമിനെ കരിവാരി തേക്കലാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇവിടെ 2 കൽപ്പനയാണ് വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ആ 2 കൽപ്പനകൾ നമ്മൾ സ്വീകരിക്കണം. ഒന്ന്, സ്പീഡിൽ വരിക. ബാങ്ക് കൊടുത്താൽ പിന്നെ താറാൻ പാടില്ല. ബാങ്ക് കൊടുക്കണതിന് മുമ്പ് വന്നാൽ അത്രയും മെച്ചം. ആദ്യം വന്നോനെ ഒട്ടകത്തിന് അറുത്തത്, പിന്നെ ഇങ്ങനെ കുറയും പിന്നെ കുറഞ്ഞ അവസാന ഒരു ആംപ്ലേറ്റ് അടിച്ചു കൊടുത്ത കൂലി കിട്ടുള്ളൂ. ഇപ്പൊ അതും ഇല്ലാത്തൊരവസ്ഥയാണ് ഉള്ളത്. കെട്ടുപോയ കോഴിമുട്ട പുഴുങ്ങേണ്ട അവസ്ഥയുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് ആ 2 ആളെ പേരിലും ബഹുമാനപ്പെട്ട അബൂബക്കർ അമ്മാന്റെ പേരിലും മൂപ്പര് സ്റ്റാഫിന്റെ പേരിലും ഒരു ഫാത്തിഹ ഇതുവരെ. ആ കൂട്ടത്തിൽ വെള്ളിയാഴ്ച അല്ലേ, നമ്മളൊക്കെ മരിച്ചുപോയ ആൾക്കാരൊക്കെ മനസ്സിൽ കൊണ്ടുവരാം. എന്റെ മരിച്ചുപോയവരെ ഞാൻ കൊണ്ടുവരാം, നിങ്ങളും കൊണ്ടുവരാം ഇൻഷാ അല്ലാഹ്. ഒരു ചെറിയ ദുആ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. അർഹമർറഹീമായ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചൊല്ലിയതും നീ കബൂലാക്കണേ അല്ലാ. വീഴ്ചകൾ നീ പൊറുക്കണേ അല്ലാ. ഇതിൻ്റെ സവാബുകൾ അത്രയും നിന്റെ അഹബ്ബായ അക്രമായ അൻവറായ അളമായ നൂറുൻ അലാ നൂറായ നിന്റെ ഹബീബായ ഞങ്ങളുടെ ഷഫീആയ സയ്യിദായ മുസ്തഫാന്റെ പവിത്ര ഹദറത്തിൽ എത്തിക്കണേ അല്ലാ. മറ്റേ അമ്പിയാക്കൾ മുർസലീങ്ങൾ അവിടുത്തെ അസ്ഹാബ് അസ്വാജ് ആല് അഹ്ലു ബൈത്തിൽ എത്തിക്കണേ അല്ലാ. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുമുള്ള നിന്റെ ഹവാസിലും എത്തിക്കണേ അല്ലാ. അതിൽ ആണുങ്ങളുണ്ടാകാം, പെണ്ണുങ്ങളുണ്ടാകാം, കുട്ടികളുണ്ടാകാം, ചെറുപ്പക്കാരുണ്ടാകാം, പ്രായമുള്ളവരുണ്ടാകാം. അതിൽ ഭൂതവിഭാഗത്തിലുള്ള മനുഷ്യ വിഭാഗത്തിലുള്ള മുഴുവൻ മഹാന്മാർ മഹദികളിലും എത്തിക്കണേ അല്ലാ. ഞങ്ങളെ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട കാട്ടിലെ തങ്ങളടക്കമുള്ള ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ഉലമാവ് സയ്യിദന്മാർ മഹാന്മാരിൽ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ചുറ്റുഭാഗത്തുള്ള അബ്ദുറഹ്മാൻ നക്ഷബന്ദി അടക്കമുള്ള ഈ നാടിന് പേര് നൽകിയ ഷെയ്ഖ് സിറാജുദ്ദീൻ തങ്ങളടക്കമുള്ള, അപ്പുറത്തും അമ്പുറം തങ്ങളടക്കമുള്ള, ഇപ്പുറത്തെ ആവുന്നങ്ങൾ വെളിയങ്കോട് മർക്കാലി മഹദൂമാരടക്കമുള്ള എല്ലാ മഹാന്മാർ മഹദികളിലേക്കും എത്തിക്കണേ റബ്ബേ. പ്രത്യേകിച്ച് ഈ മാസം ലോകത്തോട് രക്തസാക്ഷിയായി ഇവിടെ പറഞ്ഞ അസദുല്ലാഹി ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിൽ എത്തിക്കണേ അല്ലാഹ്. ഉഹദീങ്ങൾ ബദരീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. നിന്റെ മഹലായ ഫള് കൊണ്ട്, മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ട അടിയാറുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളിൽ നിന്ന് ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, സൂജിബ്, അദാവത്ത്, ശഹവത്ത്, ബിദ്അത്തുകളിനെ ഒഴിവാക്കി തരണേ അല്ലാ. പറിച്ചു മാറ്റണേ അല്ലാ. അതിൻ്റെ സാധ്യതകൾ ഉണ്ടാക്കല്ല അല്ലാ. അതിൻ്റെ വഴികളിൽ ചേർത്തല്ല അല്ലാ. അതിൻ്റെ സാഹചര്യങ്ങളിൽ ഉൾപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, മാരിഫത്ത് കൊണ്ട് ഹൃദയം മിനുക്കണേ അല്ലാ. മഹബത്ത് കൊണ്ട് ഹൃദയം നിറക്കണേ അല്ലാ. ഇഹ്സാൻ കൊണ്ട് ഹൃദയം മൊഞ്ചാക്കണേ അല്ലാ. ഇഖ്ലാസ് കൊണ്ട് ഹൃദയം പ്രകാശിപ്പിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരിൽ പലരും ഖബറിലാണ്. ഞങ്ങൾക്ക് വസ്ത്രം നൽകിയവരിൽ പലരും ഖബറിലാണ്. ഇന്ന് തന്നെയും പ്രിയങ്കരനായ ബോക്കർഖാന്റെ ഉമ്മാന്റെ പേരിൽ ദുആക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട കുഞ്ഞുമരക്കാർക്കാന്റെ അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ കടയിലുള്ള സ്റ്റാഫ് വിട പറഞ്ഞു മിനിഞ്ഞാന്ന്. അല്ലാഹുവേ, അവരിരുവർക്കും അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ച മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, അയൽവാസികൾ, കുടുംബക്കാര്, പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ വെള്ളിയാഴ്ച രാവിലെ മുഅ്മിനീങ്ങളായ ഞങ്ങൾ നിന്റെ മസ്ജിദിൽ ഇൽമിന് വേണ്ടി ഒരുമിച്ച് കൂടി സ്വലാത്ത് ചൊല്ലി അവർക്ക് വേണ്ടി നീട്ടിയ കരങ്ങൾ നീ തട്ടിക്കളയല്ല അല്ലാ. അവരിൽ ആരെങ്കിലും ഒരു ചെറിയ അദാബെങ്കിലും ഖബറുകളിൽ സഹിക്കുന്നുവെങ്കിൽ അത് നിന്റെ അധികാരം കൊണ്ടാണ്. ഞങ്ങൾ ചോദിക്കുന്നത് നിന്റെ ഔദാര്യത്തിന്റെ കനിയൊന്ന് തുറക്കാനാണ്. നീ ഔദാര്യം കൊണ്ട് അദാബുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾ സ്വലാത്ത് ചൊല്ലി അതിനെ തവസ്സുലാക്കി മഹാന്മാരെ മുമ്പിലാക്കി ദുആ ചെയ്യുന്ന കാരണത്താൽ അവരുടെ ഖബറുകളിൽ ഇന്ന് ആഘോഷമാക്കണേ അല്ലാ. അത് നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പഠിപ്പിച്ചവരെ നീ ഖബറിൽ വെച്ച് അദാബ് കൊണ്ട് പാഠം പഠിപ്പിക്കല്ല അല്ലാ. അവര് സൗകര്യം ചെയ്തെന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇൽമിൽ തുടരാൻ പറ്റിയത്. അങ്ങനെ പട്ടിണി കിടന്ന് ഞങ്ങളെ പോറ്റി വളർത്തി ഇൽമിന് വേണ്ടി സൗകര്യം ചെയ്തു തന്ന, ദീനിന് വേണ്ടി സൗകര്യം ചെയ്തു തന്ന, അമലുകൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു തന്ന മാതാപിതാക്കളെ ഖബറിൽ നീ ശിക്ഷിക്കല്ല അല്ലാ. റഹ്മാനായ റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടിയ പലർക്കും പല പ്രയാസങ്ങളുമാണ്. ജോലി ചെയ്യുന്ന മുഅദ്ദിന്റെ ഭാര്യക്ക് തന്നെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ ആണെന്നാണ് പറയപ്പെടുന്നത്. ഫലപ്രദമായ ചികിത്സ കൊടുത്ത് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ക്യാൻസറിൽ നിന്ന്, അറ്റാക്കിൽ നിന്ന്, സ്ട്രോക്കിൽ നിന്ന്, കിഡ്നി വീക്കിൽ നിന്ന്, ശരീരം കീറിമുറിക്കുന്ന അവസ്ഥയിൽ നിന്ന്, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന രോഗങ്ങളിൽ നിന്ന്, സ്വന്തം നിലനിൽപ്പില്ലാതെ കഠിനമായ വേദനയ്ക്ക് പാത്രമാകുന്ന രോഗ ദുരിത ദുരന്ത
ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വഅത്തിൽ ഖിദ്മത്തിൽ ദഅവത്തിൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്നോടും പടപ്പുകളോടും ഒരു ബാധ്യത ബാക്കി വെച്ച് മയ്യിത്താക്കല്ല അല്ലാ. കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാ. കടങ്ങളൊക്കെ അറിയാത്ത ഭാഗത്തിലൂടെ വീട്ടിത്തരണേ അല്ലാ. മയ്യിത്ത് കൊണ്ടുവന്ന് വെച്ച് ആരെങ്കിലും ഇയാൾക്ക് കടം തരാനുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങണേ എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഒരാൾക്ക് 1 രൂപയും കടമുള്ള സമയത്ത് മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ എല്ലാ ബാധ്യതകളിൽ നിന്നും മുക്തരാക്കിയല്ലാതെ മരിപ്പിക്കല്ല അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. പണിയുള്ളവർക്ക് നടത്തി കൊടുക്കണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. ശമ്പളമില്ലാത്തവർക്ക് ശമ്പളം കൊടുക്കണേ അല്ലാ. കച്ചവടക്കാർക്ക് ഹൈറും ബറക്കത്തും നൽകണേ അല്ലാ. കടലിലും കരയിലും ഇറങ്ങി കുട്ടികൾക്ക് വേണ്ടി അവരെ പോറ്റാൻ പാടുപെടുന്നവരെ നീ തളർത്തല്ല അല്ലാ. രോഗം കൊണ്ട്, അപകടം കൊണ്ട്, നഷ്ടം കൊണ്ട് തളർത്തല്ല അല്ലാ. പ്രവാസികളുടെ ഇടങ്ങേറ്, മുസീബത്ത്, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. ദീനിന് വേണ്ടി സഹായിക്കുന്നവരെ നീ ഏറ്റെടുത്ത് സഹായിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ അല്ലാ. വസ്ത്രം കൊടുക്കുന്നവർക്ക് വസ്ത്രം കൊടുക്കണേ അല്ലാ. അവരെ വൈജ്ഞാനിക മുന്നേറ്റത്തിൽ എല്ലാ സംവിധാനം കൊണ്ട് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അവരെ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന, പള്ളി ജീവനക്കാർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന, പള്ളിക്ക് വേണ്ടി ഓടി നടക്കുന്ന കമ്മിറ്റിക്കാര്, അവരെ വിളിക്കുമ്പോൾ വരുന്നവർ, അവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ, എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم وآله وصحبه أجمعين. سبحان ربك رب العالمين. السلام عليكم.